ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പ്ലോട്ടുകൾ മാത്രം റിപ്പബ്ലിക് പരേഡിൽ അണിനിരന്നാൽ മതിയെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ബി.ജെ.പി. റിപ്പബ്ലിക് ആയതിന്റെ പരേഡ് അല്ല ഡൽഹിയിൽ നടക്കുന്നത്, മറിച്ച് ഇന്ത്യ മഹാരാജ്യം റിപ്പബ്ലിക് ആയതിന്റെ ആഘോഷങ്ങളാണ് ജനുവരി 26 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികളിൽ നിന്ന് എന്ത് ന്യായം പറഞ്ഞാണെങ്കിലും പാർട്ടികളെ മാറ്റി നിർത്തുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യ രാജ്യം ഏറെക്കാലം ഭരിച്ചത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണികളായിരുന്നു. അപ്പോഴും ബി.ജെ.പി. ഭരിക്കുന്ന ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അന്നൊന്നും റിപ്പബ്ലിക് ദിന പരേഡുകളിൽ നിന്ന് ആ സർക്കാരുകളെ ആരും മാറ്റി നിർത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. കോൺഗ്രസ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്ലോട്ടുകൾ രാഷ്ട്രീയ വൈര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ബി.ജെ.പി. ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ തള്ളിക്കളയുകയാണ്. ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്ന് കേരളത്തിന്റെ നിശ്ചല ദൃശ്യങ്ങൾ അടങ്ങിയ പ്ലോട്ട് കേന്ദ്ര സർക്കാർ ഇതിനു മുൻപ് തള്ളിക്കളഞ്ഞിരുന്നു. പിന്നാലെ ദുർഗതി കാത്തിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സംസ്ഥാനത്തിനെയാണ്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കർണാടകത്തിന്റെ നിശ്ചല ദൃശ്യത്തിനും അനുമതിയില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നിശ്ചല ദൃശ്യങ്ങൾക്ക് അനുമതി നൽകാത്തതിൽ കേന്ദ്രത്തിനെതിരെ പഞ്ചാബ്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉയർത്തിയിട്ടുമുണ്ട്. കർണാടക സർക്കാർ നൽകിയ എല്ലാ മാതൃകകളും ആഭ്യന്തര മന്ത്രാലയം തള്ളിയെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുകയാണ്. കന്നഡിഗരെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് കേന്ദ്രം ചെയ്തതെന്നും സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം തന്നെ ഭാരത് പർവിൻ ടാബ്ലോ ഉൾപ്പെടുത്താമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബി.ജെ.പി. സർക്കാർ നൽകിയ മാതൃക ആദ്യം തള്ളി ആഭ്യന്തര മന്ത്രാലയം പിന്നീട് പരേഡിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിരുന്നു. 13 വർഷത്തിനു ശേഷം ആദ്യമായി നിശ്ചല ദൃശ്യം തള്ളിയതിനെതിരെ അന്ന് പ്രതിഷേധവും ശക്തമായിരുന്നു. ഇതേ തുടർന്നാണ് അന്ന് നിശ്ചല ദൃശ്യത്തിന് അനുമതി നൽകിയത്. വിഷയത്തിൽ കേന്ദ്രം രാഷ്ട്രീയം കളിക്കുന്നെന്ന് സിദ്ധരാമയ്യ വിമർശിക്കാനും മറന്നില്ല. ഇത്തവണ കർണാടകയുടെ ചരിത്രവും ബംഗളൂരു വികസനവും ചിത്രീകരിക്കുന്ന പല മാതൃകകളും സംസ്ഥാനം മുന്നോട്ട് വെച്ചെങ്കിലും ഒന്നുപോലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചില്ല. ക്ഷാമത്തിൽ വലയുന്ന കന്നഡ ജനതയ്ക്ക് സഹായം നൽകാത്തത് മുതൽ ടാബ്ലോയിൽ അനുമതി നൽകാത്തതിന് പിന്നിൽ വരെ രാഷ്ട്രീയമാണെന്നും സിദ്ധരാമയ്യ കർശനമായി കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം വികസിത ഭാരതം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ വിഷയങ്ങളിൽ കേരളം സമർപ്പിച്ച നിശ്ചല ദൃശ്യ മാതൃകകളാണ് കേന്ദ്ര സർക്കാർ ആദ്യം തള്ളിയത്. ലൈഫ് മിഷൻ അടക്കമുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി കേരളം മുന്നോട്ട് വെച്ച മാതൃകകളാണ് തള്ളിക്കളഞ്ഞത്. 10 മാതൃകകളാണ് കേരളം നൽകിയിരുന്നത്. ഈ 10ഉം തള്ളിക്കളയുകയായിരുന്നു. പിന്നാലെയാണ് കർണാടകയുടെ പ്ലോട്ടുകളും നിർദാക്ഷിണ്യം കേന്ദ്ര സർക്കാർ മാറ്റി നിർത്തിയിരിക്കുന്നത്.